വ്ളോഗ് എടുത്തിട്ട് കുറച്ച് കാലമായി. ഇത് ഒരു 8ാമത്തെ ഇൻട്രോ ആണ്. എങ്ങനെ ഇൻട്രോ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സംതൃപ്തി വരുന്നില്ല ഉള്ളിൽ. കുറച്ച് കാലം എന്നല്ല, നിയർലി ഒരു 3 വർഷത്തോളമായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ലീപ്പ് കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. അത് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു സ്റ്റുഡിയോ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡിജിടെക്കിൻ്റെ ലൈറ്റാണ് വാങ്ങിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടണം എന്നുള്ള ബേസിലാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഡിജിടെക്കിൻ്റെ ലൈറ്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനൊരു സോഫ്റ്റ് ബോക്സ് വാങ്ങിച്ചായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ സോഫ്റ്റ് ബോക്സ് വാങ്ങിച്ച് കഴിഞ്ഞ് സോഫ്റ്റ് ബോക്സ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് ഈ ടൈപ്പ് ബ്രാക്കറ്റാണ് വരുന്നത്, എസ് ടൈപ്പ് ബ്രാക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ലൈറ്റിനാണെങ്കിൽ ബ്രോൺസ് ടൈപ്പുള്ള ബ്രാക്കറ്റാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഡിജിടെക്കിന് ഓൾറെഡി മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓർഡർ നമ്പറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം റീപ്ലേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു വീഡിയോ ഞാൻ ഇതിന് ശേഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ച ലൈറ്റ്, ഡിജിടെക്കിൻ്റെ ഒരു കണ്ടിന്യൂസ് LED ലൈറ്റ്, DCL 150BZ എന്ന് പറഞ്ഞ ലൈറ്റ്. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണോ വരുന്നത്. ഇത് ഇപ്പോൾ വൈറ്റ് കളറിലാണ് ഉള്ളത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് 2% ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് 100. ഇത് സോഫ്റ്റ് ബോക്സിൽ അതൊന്നും 100 ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കണ്ണെല്ലാം അട്ടിച്ച് പഴുത്തു പോവും. പിന്നെ നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വാം ലൈറ്റ് ഓക്കെ വാം ലൈറ്റ് ആക്കാം, ബ്രൈറ്റ് ലൈറ്റ് ആക്കാം, കൂൾ വൈറ്റ്, വാം വൈറ്റ്, അങ്ങനെ 2 ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഒന്നും പറയേണ്ട പച്ചപ്പറി, ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സ്കോഡ റാപ്പിഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ സ്വിഫ്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സ്വിഫ്റ്റ് കൊടുത്തു, ഒരു സെക്കൻഡ്സ് സ്കോഡ റാപ്പിഡ് ഡീസൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമായിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയായിരുന്നു റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് ആ കോൾ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു എനിക്ക്. എന്നിട്ട് ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ക്ലച്ച് മാറാൻ വേണ്ടിയിട്ടാണ് ആളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലച്ച് ചെറിയ സ്ലിപ്പിംഗ് വന്ന് ചെറിയ ജെർക്കിങ് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി എടുക്കുമ്പോൾ ജെർക്കിങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര പുഷ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടാത്ത രീതിയിൽ വന്നിട്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അപ്പോൾ നമ്മൾ ക്ലച്ചെല്ലാം എന്തായാലും മാറിക്കഴിഞ്ഞ് ആൾ എല്ലാ അഡാപ്റ്റേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി ഇന്നലെ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തപ്പോൾ വണ്ടി ഒരു കാരണവശാലും വണ്ടി നീങ്ങുന്നില്ല. വണ്ടി നമ്മുടെ മെക്കട്രോണിക്സ് കൊണ്ടൊരു യൂണിറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനെന്തോ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ D2 എന്ന് പറഞ്ഞ D1 സെലക്ട് ആവാതെ സെക്കൻഡ് ഗിയറിൽ കടന്നിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ സർവീസ് സ്പാനറും കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനെ എന്തോ വെച്ചിട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു, അവർ ടൂൾ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ സ്റ്റക്ക് ഓൺ 3rd ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ള എറർ കോഡാണ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ അവർ വന്ന് മെക്കട്രോണിക്സ് മുഴുവൻ അഴിച്ച് എല്ലാം ചെക്ക് ചെയ്തു. സംഭവം നോക്കുമ്പോൾ മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും സ്കോഡ റാപ്പിഡിൽ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നൊരു സാധനമല്ല. നിയർലി എങ്ങനെയായാലും ഒരു 2,50,000 ഒക്കെ ഓടും എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്ന സ്കോഡ റാപ്പിഡ്, അവൻ ഇതുവരെ പ്രശ്നമില്ല, 1,80,000 ആയി. ക്ലച്ച് മാറിയിട്ടുണ്ട് അവൻ, പക്ഷേ ഇത് മാറിയിട്ടില്ല, മെക്കട്രോണിക്സ് മാറിയിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്നതിൻ്റെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓണർ നമുക്ക് ഈ വണ്ടിയുടെ ഗിയർ ബോക്സിന് ഒരു NMF ടോർക്ക് ഉണ്ട്. അതിൽ വെച്ച് അതിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 400 NM വരെ ഈ ഗിയർ ബോക്സ് താങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് എത്ര പുഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് താങ്ങാൻ പറ്റില്ല, ഗിയർ ബോക്സ് ഡാമേജ് ആയി പോകും. അപ്പോൾ ഇതിന് മുന്നുള്ള ഓർഡർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ലോക്കിനെ പൊട്ടിച്ചിട്ട് നിയർലി 420-430 NM വരെ പുഷ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടീനെ. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പവർ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ പെഡൽ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് വൈഫിനത് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ കൊണ്ടുപോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലിക്വിഡ് ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോയമ്പത്തൂർ ഗണപതിയിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആളുടെ കൊണ്ടുപോയി ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ആൾ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഓവർ പവേർഡാന്ന് പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു, ATM പെർഫോമൻസിൻ്റെ നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്, അവരുടെ ഒരു ട്യൂണിങ് എനിക്ക് കിട്ടി വന്നു. അത് സ്റ്റേജ് 2 ആണ് കിടക്കുന്നത്. ഞാൻ എടുക്കുമ്പോഴും സ്റ്റേജ് 2 ആയിരുന്നു. സ്റ്റേജ് 2 ആ വണ്ടി ഞാൻ എടുക്കുന്ന ടൈമിൽ നിയർലി 180 ഹോഴ്സ് പവറും 350 NM ഓഫ് ടോർക്ക് 420 NM ഓഫ് ടോർക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. 400 മുകളിൽ പുഷ് ചെയ്യാൻ പാടില്ല എന്നിട്ടും ഇത് പുഷ് ചെയ്ത കാരണം കൊണ്ട് ആൾ പറഞ്ഞു ക്ലച്ചിന് എന്തായാലും പണി വന്നിട്ട് ക്ലച്ച് മാറിയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ക്ലച്ച് മാറാൻ വേണ്ടി കൊടുത്തു. ക്ലച്ച് മാറി അത് കഴിഞ്ഞ് ആൾ ട്യൂണിങ് എല്ലാം ചെയ്തു.
അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തു, ക്ലച്ച് മാറാൻ എനിക്ക് അർജൻറ്റായിട്ട് ബാംഗ്ലൂർ പോകണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്യൂൺ ചെയ്തിട്ട് അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോകുമ്പോൾ തന്നെ ആൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് മുഴുവനായിട്ട് കിട്ടില്ല ഈ ട്യൂൺ ചെയ്തതിൻ്റെ, നല്ല രീതിയിൽ ജെർക്കിങ് ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ അതിനനുസരിച്ച് എനിക്ക് പയ്യെ പോയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 80-90 പിടിച്ച് തന്നെ ഞാൻ പോയി തിരിച്ച് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് നേരെ ഞാൻ ക്ലച്ച് മാറാൻ കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ക്ലച്ച് മാറുന്നതിനൊപ്പം കുറച്ചുകൂടി ഒന്ന് പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിഗർ സൈസ് നമുക്ക് ഇൻ്റർകൂളർ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു. അങ്ങനെ ബിഗർ സൈസ് ഇൻ്റർകൂളറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കസ്റ്റം പൈപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ ടർബോലോട്ടും എയർ ഇൻടേക്കിലോട്ടും എല്ലാം കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ക്ലച്ചെല്ലാം മാറി ഇന്നലെ വൈകുന്നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഇഷ്യൂ വന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ നമ്മുടെ പഴയ ഓണറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓണറിനെ വിളിച്ചിട്ട് നിങ്ങളിത് 450 NM വരെ പുഷ് ചെയ്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഞാൻ ക്ലച്ച് കംപ്ലയിൻറ്റ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ക്ലച്ചൊക്കെ വിയർ ആൻഡ് ടിയർ സാധനമാണ്, എപ്പോൾ പോവും എങ്ങനെ പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കൊരു പ്രൂഫില്ല എന്നാണ് പഴയ ഓണർ പറഞ്ഞത്. എഗെയിൻ ഇപ്പോൾ മെക്കട്രോണിക്സ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആൾ പറയുന്നത് നിങ്ങളൊരു കാറാണ് വാങ്ങിച്ചിരിക്കുന്നത്, അത് എപ്പോൾ ഓടും എപ്പോൾ നിൽക്കുന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല, ഇതെല്ലാം ഇലക്ട്രിക്കൽ ഓടുന്ന സാധനമാണ്, നിങ്ങൾ വാങ്ങി നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്ന് നിങ്ങളുടെ പേരിൽ RC ബുക്ക് ആയി കഴിഞ്ഞാൽ ഇനിയെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് ആൾ പറഞ്ഞ് ഇപ്പോൾ ഫോൺ കട്ട് ചെയ്ത്. ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇതുവരെ ഏകദേശം ഒരു 3500-4000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്, വെറും 4000 കിലോമീറ്റർ. വണ്ടി എടുക്കുമ്പോൾ 1,08,000 ആയിരുന്നു, ഇപ്പോൾ 1,11,500 സംതിങ്ങിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നിയർലി ഒരു 3500 ആ റേഞ്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലീഗലി എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും പെടും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വണ്ടിയുടെ അവസ്ഥ. ഗിയർ ബോക്സിൻ്റെ എവിടെയാണ് ഞാൻ പറഞ്ഞ മെക്കട്രോണിക്സ് പറഞ്ഞ യൂണിറ്റ് വരുന്നത്, ഈ യൂണിറ്റ് അഴിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. ക്ലച്ച് മാറിയായിരുന്നു, ക്ലച്ചും ഫ്ലൈ വീലും ഞാൻ മാറിയായിരുന്നു. അപ്പോൾ ഈ മെക്കട്രോണിക്സ് യൂണിറ്റ് ഇപ്പോൾ അവരഴിച്ച് ചെക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോഴാണ് അറിഞ്ഞത് മെക്കട്രോണിക്സ് പ്രോബ്ലം വന്നിരിക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ചെയ്ത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അഡീഷണൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഡൗൺ പൈപ്പ്, ഇൻ്റർകൂളർ മാറ്റിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇൻ്റർകൂളർ മാറിയിട്ട് അതിന് കസ്റ്റം ചെയ്ത പൈപ്പാണത്. ഇതിന് സ്റ്റോക്കിൽ വരുന്ന ചെറിയ പൈപ്പാണ്. ഇതാണ് സ്റ്റോക്ക് ഇൻ്റർകൂളർ ഇവിടെ ചെറുതായി വരുന്നത്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇത്രയും ബിഗ്ഗർ സൈസ് ആക്കിയിട്ടുണ്ട്. ഈ സ്മോളർ സൈസിനാണ് ഈ ബിഗ്ഗർ സൈസിലോട്ട് മാറ്റിയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ബൂസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ ഓണർ, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം. ഈവൻ അയാൾക്ക് എക്സോസ്റ്റ് പോലും നേരെ ചെയ്യാൻ അറിയാത്ത സിറ്റുവേഷനിലാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ മൊത്തം SS ഒരു ഡൗൺ പൈപ്പും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് തന്നെയാണ്, ഇത് സ്റ്റോക്ക് എക്സോസ്റ്റാണ്. അത് കഴിഞ്ഞ് മഫ്ലർ ഞാൻ പുതിയത് ഇവിടെ തന്നെ വാങ്ങിച്ച് ഇട്ടു. ഇത് ഫുള്ളി ഡാമ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഡാമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു തകരപ്പെട്ടിയിൽ എന്തോ കാണിച്ച് വെച്ച രീതിയിലാണ് അവൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കോയമ്പത്തൂർ എവിടെയും കിട്ടാനില്ല. കോയമ്പത്തൂർ നോക്കി, പാലക്കാട് നോക്കി, തൃശ്ശൂർ നോക്കി, ഇവിടെ എവിടെയും കിട്ടാനില്ല. ഇനി ഇത് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ബ്രോയിൻ്റെ കാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എടുത്തിട്ട് ഞാൻ ഇന്ന് ഈവനിങ് ബാംഗ്ലൂർ പോയിട്ട് ഇതിൻ്റെ പുതിയ മെക്കട്രോണിക്സ് വാങ്ങിക്കാൻ വേണ്ടി പോകണം. നിയർലി 1,20,000 ആണ് മെക്കട്രോണിക്സിന് മാത്രം വരുന്നത്.